ഹലോ എവരിവൺ, നവരാത്രി സീരീസ് ഡേ 4-ൽ ഇന്ന് കളർ ഓറഞ്ച് ആണ്. നമ്മൾ ഓറഞ്ച് കളറിൽ ഒരു പ്രിൻസസ് കട്ട് കുർത്തിയാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആയാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോ കാണാം. മെറ്റീരിയലിനെ മുഴുവനായിട്ട് ഓപ്പൺ ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെയാണ് വരുന്നത്, ഓപ്പൺ സൈഡ് ഇവിടെയും വരുന്നുണ്ട്. ഓപ്പൺ സൈഡിൽ നമുക്ക് 2 പീസ് മെറ്റീരിയലാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത്ത് പ്ലസ് 1.5 ഇഞ്ചാണ് നമുക്ക് എടുക്കേണ്ടത്. ഇവിടെ 52 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ നിന്നാണ് കേട്ടോ നമ്മുടെ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷോൾഡർ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് 6.5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ മാർക്കിംഗ് ആണ് വരേണ്ടത്. ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1/2 ഇഞ്ച് ലൂസ് പ്ലസ് 2 ഇഞ്ച് മാർജിൻ, അങ്ങനെയാണ് കേട്ടോ ഇവിടെ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മുകളിൽ നിന്നും താഴേക്ക് 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിന്റിൽ നമ്മുടെ വിഡ്ത്ത് വരുന്നത് 10 ഇഞ്ചാണ്. വേസ്റ്റിൻ്റെ മെഷർമെൻ്റാണ് ഇവിടെ വരുന്നത്. വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 ഇഞ്ച് മാർജിൻ, അങ്ങനെയാണ് കേട്ടോ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. മുകളിൽ നിന്നും താഴേക്ക് 20 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഹിപ്പിൻ്റെ മെഷർമെൻ്റാണ് വരേണ്ടത്. ഹിപ്പ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 2 ഇഞ്ച് മാർജിൻ, അങ്ങനെ ഇവിടെ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 3 പോയിൻറ്റിനെയും ജോയിൻ ചെയ്ത് നമുക്ക് ബോഡിയുടെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ ഈ ഒരു കോർണർ പോർഷനിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ഈ 3 പോയിൻറ്റും ചേർത്ത് നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. കഴുത്തിൻ്റെ വീതി 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോയിൻറ്റും ഷോൾഡർ പോയിൻറ്റും ചേർത്ത് ചെറുതായിട്ടൊരു സ്ലോപ്പ് വരച്ചു കൊടുക്കാം. ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഒരു പോയിന്റിൽ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ആ ഒരു ഓപ്പൺ സൈഡ് വരുന്നില്ലേ, ആ ഒരു സൈഡിലായിട്ട് മുകളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മെറ്റീരിയലിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ഈ പോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്ത് നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഈ 2 പോയിൻറ്റിനെയും ജോയിൻ ചെയ്ത് നമുക്ക് കുർത്തിയുടെ ഷേപ്പ് വരച്ച ശേഷം കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത് കുർത്തിയുടെ ബാക്ക് പാർട്ടാണ്. നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ബാക്ക് പാർട്ട് വെച്ചിട്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ ലൂസ് കൊടുത്തിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുർത്തിയുടെ ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ടാണ്. 1/2 ഇഞ്ച് എല്ലാ സൈഡിലും ലൂസ് കൊടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്ക് പാർട്ട് നെക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. വീതി 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇറക്കം 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 പോയിൻറ്റിനെയും ജോയിൻ ചെയ്ത് നമുക്കൊരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. നമ്മളിവിടെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പ്രിൻസസ് കട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഷോൾഡർ പാർട്ടിൽ നിന്നും 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ബെസ്റ്റ് പോയിൻറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു പോയിൻറ്റിലെ വിഡ്ത്ത് വരുന്നത് 4.5 ഇഞ്ചാണ്. മുകളിൽ നിന്നും താഴേക്ക് 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോയിന്റിൽ നമ്മുടെ വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് വരുന്നത്. അവിടെ നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ നിന്നും താഴേക്ക് 20 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിന്റിൽ വിഡ്ത്ത് വരേണ്ടത് 5 ഇഞ്ചാണ്. ഈ മാർക്ക് ചെയ്ത ഷേപ്പിനെല്ലാം നമുക്കൊന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. താഴത്തെ പോർഷനിൽ നമ്മൾ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിലത്തെ പോയിന്റുമായിട്ട് ജോയിൻ ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. വരച്ച പോയിന്റിലൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മളിവിടെ ഈ ഒരു കളറിനോട് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പ്രിൻസസ് കട്ടിന് യൂസ് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസിന് ഈ ഒരു മെറ്റീരിയലിൻ്റെ മുകളിലേക്ക് വെച്ച ശേഷം 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു കുർത്തിയുടെ മെയിൻ ഫാബ്രിക് 3 മീറ്റർ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാച്ച് കൊടുക്കുന്ന മെറ്റീരിയൽ 1.25 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രിൻസസ് കട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ആം ഹോളിൻ്റെ എക്സ്ട്രാ മാർക്കിങ്ങിനായിട്ട് ഇതുപോലെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ 3 ഇഞ്ച് വീതി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇറക്കം 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 പോയിൻറ്റിനെയും ജോയിൻ ചെയ്ത് നമ്മളിവിടെ റൗണ്ട് ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. വരച്ചു കൊടുത്ത് കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവിൻ്റെ കട്ടിങ്ങിനായിട്ട് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെയാണ് വരുന്നത്. ഓപ്പൺ സൈഡ് ഇവിടെയും വരുന്നുണ്ട്. ഓപ്പൺ സൈഡിൽ നമുക്ക് 4 പീസ് മെറ്റീരിയലാണ് കിട്ടിയിട്ടുള്ളത്. ലെങ്ത് 18 ഇഞ്ച് എടുത്തിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ വീതി വരുന്നത് 10 ഇഞ്ചാണ്.
നമ്മുടെ മാർക്കിംഗ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6.5 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോയിൻറ്റിനുള്ളിലേക്ക് 3 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ നിന്നും താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 2 പോയിൻറ്റിനെയും ജോയിൻ ചെയ്ത് നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഈ 2 പോയിൻറ്റിൻ്റെയും മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് ഫ്രണ്ട് ആം ഹോളിൽ വരുന്ന എക്സ്ട്രാ മാർക്കിംഗ് വരച്ചു കൊടുക്കാം. ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഒരു പോയിൻറ്റിൽ വിഡ്ത്ത് വരുന്നത് 7 ഇഞ്ചാണ്. മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പ് വരച്ച ശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. മിഡിൽ പോയിൻറ്റ് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷമാണ് കേട്ടോ ഫ്രണ്ട് ആം ഹോളിൽ വരുന്ന എക്സ്ട്രാ മാർക്കിംഗ് കട്ട് ചെയ്ത് മാറ്റുന്നത്. സ്ലീവിൻ്റെ ഈ ഒരു പാർട്ടിൽ നമ്മളൊരു പാച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ആ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ വീതി എടുത്തിട്ടുള്ളത് 5 ഇഞ്ചാണ്. ലെങ്ത് ആ ഒരു സ്ലീവിൻ്റെ എൻഡിന് ആവശ്യമായിട്ടുള്ള ലെങ്ത്തും എടുത്തിട്ടുണ്ട്. നെക്ക് നമ്മൾ ഫിനിഷ് ചെയ്യുന്നത് ഈ ഒരു ക്രോസ് പീസ് വെച്ചാണ്. ഒരു ക്രോസ് പീസിൻ്റെ വീതി വരുന്നത് 1.5 ഇഞ്ചാണ്. ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. നെക്കിൻ്റെ പാർട്ടിൽ ആ ഒരു ക്രോസ് പീസിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മെയിൻ സ്റ്റിച്ച് കട്ടാവാതെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു പീസ് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ ബാക്ക് പാർട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി രണ്ടിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച ശേഷം ഷോൾഡർ പാർട്ട് ജോയിൻ ചെയ്തെടുക്കാം. സ്ലീവ് റെഡിയാക്കാം. സ്ലീവിൻ്റെ ചീത്ത വശത്തിലേക്ക് ആ ഒരു പാച്ച് കൊടുക്കുന്നല്ലോ, പാച്ചിനെ ഒരു പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് ഇതേ രീതിയിൽ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ല വശത്തിലേക്ക് കാണുന്ന പോലെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. എന്നിട്ടൊരു സ്റ്റിച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തെടുക്കാം. ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ള സ്ലീവിനെ ഇതുപോലെ ഷോൾഡർ പാർട്ടിൽ വെച്ച് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള മാർജിൻ മാർക്ക് ചെയ്ത് ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ താഴത്തെ പാർട്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. മീഡിയം ടു ലാർജ് സൈസ് യൂസ് ചെയ്യുന്നവർക്ക് ഇത് കറക്റ്റ് ആകും. അതുപോലെ ഇച്ചിരി വണ്ണമുള്ളവർക്കാണെങ്കിലും ഈ ഒരു പ്രിൻസസ് കട്ട് ഡ്രസ്സ് ഇടുമ്പോൾ ബോഡി നല്ല ഷേപ്പ് ഉള്ളതായിട്ടൊക്കെ തോന്നും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.